ഹലോ ഗായ്സ്, ഏജന്റ് കിം റീആക്ടിവേറ്റഡ് K-drama സീരീസിന്റെ രണ്ടാം എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കിടിലൻ സീരീസ് ആണ്, സോ വീഡിയോ സ്കിപ്പ് ആക്കാതെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയ്ക്ക് നമ്മുടെ ടാർഗറ്റ് വെറും 30 ലൈക്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ. കഥ തുടങ്ങുമ്പോൾ തന്നെ ഫുൾ ഒരു വയലൻസ് സെറ്റപ്പിലാണ് തുടങ്ങുന്നത്. 2008 കാലഘട്ടമാണ് കാണിക്കുന്നത്. അവിടുത്തെ എന്തോ പ്രസിഡന്റിനെ എന്തോ ഹൈജാക്ക് ചെയ്യാനാണ് ഇവൻ വരുന്നത്, നമ്മുടെ നായകൻ കിമ്മണ്. എന്നിട്ട് അവിടെ വെച്ച് കുറെ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ആ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് ഈ പോലീസുകാരൊക്കെ കൂടി റോഡ് വളഞ്ഞേക്കുക. അപ്പൊ ആ പ്രസിഡന്റിനായിട്ട് വെള്ളത്തിലോട്ടും ചാടി രണ്ടുപേരും മരിച്ചു എന്നാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഇവൻ മുഖത്ത് മുറിവുകളൊക്കെ ഉണ്ട് നമ്മുടെ നായകൻ കിമ്മണ്ണന്റെ. അന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോ ഭാര്യയ്ക്ക് കൊച്ചുണ്ടായിട്ടുണ്ട്. പക്ഷെ ഡോക്ടർമാർ പറയും കൊച്ചു ഹെൽത്തിയാണ്, പക്ഷെ ഭാര്യ പോയി പാവം. അങ്ങനെ ഒറ്റപ്പെടുകയാണ്. ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ മോളുണ്ട്, പക്ഷെ ഭാര്യയില്ല. എന്നിട്ട് ഭാര്യ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കിമ്മണ്ണനോട് പറയാണ്, ഭാര്യയുടെ ഒരു യൂജിൻ എന്നാട്ടോ. അപ്പൊ യൂജിൻ കിമ്മിനോട് പറയാണ്, മോളെ നന്നായിട്ട് നോക്കണം, ഇനി പഴയ കാര്യങ്ങളൊക്കെ വിട്ടേരെ, കാരണം മോൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ നല്ലൊരു അച്ഛനായിട്ട് ജീവിക്കണം, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് മോട്ടിവേഷനോ കൊടുത്ത് ഭാര്യ മരിച്ചു പോവാണ്. എന്നിട്ട് കാണിക്കുന്നത് കിമ്മണ്ണൻ എവിടെ പോയി വിഷയം ഉണ്ടാക്കുവാണ്. കാരണം കിമ്മണ്ണൻ ആദ്യത്തെ ഹൈജാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാരണം ഈ ഒരു മേധാവിയാണ്. അപ്പൊ പുള്ളി പറഞ്ഞത് ഈ മിഷനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിക്കൊള്ളാനാണ്. പക്ഷെ എന്നിട്ടും പുള്ളി ഫ്രീ ആക്കാണ്ടാവുമ്പോ ഇമാരിങ്ങനെ തോക്കൊക്കെ കാണിച്ച് പേടിപ്പിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ കൊച്ചിന് വേണ്ടി ജീവിക്കുവാണ് നമ്മുടെ കിമ്മണ്ണൻ. അങ്ങനെ ആ കൊച്ചു വളർന്നു വരുന്ന കാലഘട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. എത്രത്തോളം അച്ഛന് മോളോടുള്ള ഇഷ്ടം കാണിക്കുന്നുണ്ട്. ആ കൊച്ചിന് ചെറുപ്പം മുതല് കൊച്ചു സ്കൂള് കാലഘട്ടമൊക്കെ കഴിയുന്നൊക്കെ കാണിക്കുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടുള്ള കാലഘട്ടങ്ങൾ. കാരണം അത്രയും നാൾ ഇവന്റെ ഇടിയോ കാര്യങ്ങളോ എല്ലാം മാറ്റി വെച്ചു. കാരണം മകൾക്ക് വേണ്ടി മാത്രമായ ഒരു ജീവിതം. എന്നിട്ട് തുടങ്ങുമ്പോ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോളുടെ ഒരു ചോര കണ്ടാലോ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് തരുന്നത്. അപ്പൊ ആ മോള് തലയെ കൂടെ ചോര വാർന്ന് പപ്പാന്ന് വിളിക്കുന്ന ഒരു ഇതായിട്ട് കാണിക്കുന്നത്. കാരണം എന്ത് പറ്റിയെന്നറിയില്ല, മരിച്ചോ ഇല്ലയോ എന്ന് ഇനി നമുക്ക് ഈ എപ്പിസോഡ് കണ്ടറിയാം. പിന്നെ കാണിക്കുന്നത് ഇവൾക്ക് ആ ക്രഷ് ഉണ്ടായിരുന്ന പെയിനില്ലേ നഹുവിൻ. അപ്പൊ അന്ന് രാത്രി അവൻ മെസ്സേജ് ഇട്ടിട്ടാണ് ഇവള് സ്കൂളിലോട്ട് ചെല്ലുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അവൻ ഇറങ്ങി വരുമ്പോ കുറച്ച് ഗുണ്ടകൾ ചേർന്ന ഇവന്റെ ഫോൺ വാങ്ങി മറ്റേ അവൾക്ക് മെസ്സേജ് അയക്കുന്നതാണ്. ഈ ഹൈറിന്നാലോ ആ ബുള്ളി ചെയ്യുന്ന പെണ്ണിന്റെ പേര്. അവരുടെ ടീംസ് ആണ് മെസ്സേജ് അയപ്പിച്ചത്. എന്നിട്ട് ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇവര് പിന്നെയും തല്ല കൊച്ചു കൊടുക്കുവാണ്. ഈ ഹൈറിയൊക്കെ ഇവളുടെയൊക്കെ സൂക്കേടെന്ന് പറഞ്ഞാൽ ഇവളുടെയൊക്കെ മോന്തക്കുറ്റി അടിച്ച് പൊട്ടിക്കണം, അത്ര സൂക്കേടാ ഹൈറിക്കൊക്കെ. പിന്നെ ഹൈറിയും മിഞ്ചിയും കൂടെ അവിടെ കിടന്ന് ഇടി ഉണ്ടാക്കുവാണ്. ആ ബുള്ളി ചെയ്യുന്ന പെണ്ണും നമ്മുടെ മിഞ്ചിയും അവളും തിരിച്ചിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ മറ്റവനില്ല, ആ ഒരു ഗുണ്ട പോലെ ഇരിക്കണവൻ ആദ്യത്തേല് നമ്മുടെ അണ്ണൻ ഇടിച്ച് പപ്പടാക്കി അവൻ ആ രാത്രി ആ കൊച്ചിനെ പിടിച്ച് നല്ല ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഓക്കെ, ഇത് ആണുങ്ങൾ അതിന്റെ ഇടയിൽ കയറുകയെന്ന് പറഞ്ഞാൽ അത്രയും വലിയ മൂഞ്ചിത്തരം വേറെ ഇല്ലല്ലോ. പിന്നെ ആ പയ്യനെ അവളെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ബുള്ളിയാണ് ഹൈറി വന്നിട്ട് പുറകിൽ നിന്ന് ഒരു കല്ലെടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ പാവം മിഞ്ചിയുടെ തലക്കെട്ട് ഒരു അടി വെച്ച് കൊടുക്കുന്നത്. എന്തൊരു ചെറ്റകളാന്ന് ഓർക്കുന്നത്. ഈ പെണ്ണുങ്ങളുടെ കാര്യം വിടുക, സൂക്കേടാന്ന് ഓർക്കാം. ഈ പ്രായമുള്ളവന്മാരും കൂടെ ഇതിന്റെ ഇടയിൽ കയറിയിരിക്കണാണ്. അങ്ങനെ ആ കൊച്ചിന്റെ തലയിടിച്ച് വീഴുവാണ് നമ്മുടെ മിഞ്ചി. പിന്നെ എന്നിട്ട് ചോര വാർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും ഒന്ന് പേടിക്കുന്നുണ്ട്. അപ്പൊ ഈ കൊച്ച് പപ്പ എന്ന് പറയുന്നുണ്ട്. ഈ അടിച്ചവൾക്ക് ഒരു പേടി വന്നു, കാരണം ചത്തുപോകുന്നുള്ള ഒരു ദൂരമില്ലോ. അത്ര നശിച്ച എണ്ണങ്ങളാലോ എന്ന് ഓർക്കുമ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ. മറ്റേ ഗുണ്ട ഉണ്ടല്ലോ നമ്മുടെ ഹൈറിയുടെ ഒപ്പമുള്ളവൻ, അവൻ വേറൊരു ഗുണ്ടനെ വിളിക്കുകയാണ്. ഈ ഗ്യാങ്ങിലുള്ള ഏതോ ഒരുത്തനാണ്, അവന്റെ പേര് മിഞ്ചിയോൾ എന്ന്. അങ്ങനെ കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് ആ കൊച്ചിന്റെ ബോഡി മരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷെ മരിച്ചു എന്നുള്ള രീതിയിൽ ഇവര് എങ്ങനെയൊരു ആ ബോഡി കൊണ്ടേ കളയാന്നുള്ള മൈൻഡിലാണ് പോണത്. ആ കൊച്ചിനെ ഡിക്കിയിലിട്ടുകൊണ്ട് പോവാണ് ഒരു കാറിന്റെ. ഇങ്ങനെ ആ ഗുണ്ടകൾ പറയുന്നു അച്ഛനോടൊന്നും പറയേണ്ട, ഇതൊരു സീക്രട്ട് ആയിരുന്നോട്ടെ എന്ന്. കാരണം ചെയർമാൻ ജു, അങ്ങനെയാണ് മറ്റേ വില്ലന്റെ പേര്. വില്ലൻ അങ്ങനെ അറിയപ്പെടുന്നത്, ഭയങ്കര പോപ്പുലർ ആലോ ഈ പുള്ളിയുടെ അച്ഛൻ. പുള്ളിനോട് പറയണ്ടാന്ന് പറഞ്ഞിട്ട് അവർ ആ ബോഡി ആയിട്ട് പോവുകയാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടു തീർന്ന പോലെ നമ്മുടെ കിമ്മണ്ണൻ മറ്റവന്റെ കഴുത്തില് ടൈയിട്ട് കെട്ടിയിട്ട് എവിടെ മിഞ്ചിന്ന് ചോദിക്കുന്ന ആ സീനിലാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ കിമ്മണ്ണൻ ഇടിച്ച ഗുണ്ട പറയുകയാണ് മിഞ്ചിയോൾ എന്ന് പറഞ്ഞ ഒരുത്തൻ കൊച്ചിനെ എടുത്തുകൊണ്ട് പോണ കണ്ടുവന്നോ അങ്ങനെ എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ കിമ്മണ്ണൻ നേരെ പോകാൻ പോണത് മിഞ്ചിയോളിന്റെ അടുത്തായിട്ടായിരിക്കും. എന്റെ പൊന്നോ, പിന്നെ കിടിലൻ സീനാണ്. നിങ്ങൾ ജോൺ വിക്ക് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ജോൺ വിക്കില് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അവൻ പോയിട്ട് അവന്റെ വെപ്പൺസ് എടുക്കുന്ന സീനുണ്ട്. അതേപോലത്തെ സീനുണ്ട് ഇതില്. ഓട്ടൊക്കെ ഇട്ട് ഒരു സൂട്ട് കേസ് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു സൂട്ട് കേസ് കൊടുത്ത് കണ്ണാടിയിൽ നോക്കിയിട്ട് നടക്കുന്നത്. എന്നുവെച്ചാൽ പക്ക ഒരു കില്ലർ ലുക്കില് ഇവൻ ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങുവാണ്, അത് സ്വന്തം മോൾക്ക് വേണ്ടി. പിന്നെ കാണിക്കുന്നത് മിഞ്ചിയോളിന്റെ വീടിന്റെ അകത്താണ്. മിഞ്ചിയോൾ എന്ന് പറഞ്ഞ ഗുണ്ടയുടെ വീടിന്റെ അകത്ത്. അപ്പൊ ഒരു അപ്പൻ അവിടെ കിടന്ന് കെഞ്ചുവാണ്, എന്റെ മോളൊന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്മാര് പറയുന്നുണ്ട്, ഗുണ്ടകൾ പറയുന്നുണ്ട് ഇവളുടെ ഓർഗൻസ് ഒക്കെ നമുക്ക് പറിച്ചെടുക്കാം. അങ്ങനെ പറഞ്ഞ ആ കൊച്ചിനെ വേറെ റൂമിലോട്ട് കൊണ്ടുപോവാണ് ഓർഗൻസ് എടുക്കാൻ വേണ്ടി. അപ്പൊ ഇവരുടെ റൂമില് മറ്റേ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. മിക്കവാറും നമ്മുടെ കിമ്മണ്ണനാവാനാണ് ചാൻസ്. നിന്നെ കരിയൂടാ എന്റെ മോനെ. പിന്നെ കീപ്പൊരിടിയാ വീടിന്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ കിടലിടിയാ. ഒരു കൊച്ചിനെ ഇമാരെ മുറിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവന് കൊച്ചുങ്ങളെ കാണുമ്പോ തന്നെ ഒന്നാമത് ഇവന്റെ മോളെ കാണാതെ പോലെ അവന്റെയൊക്കെ വെട്ടി പാളിസാകുന്ന സീനുണ്ട്. ഇടിന്ന് പറഞ്ഞാൽ വീടിന്റെ അകത്ത് കീപ്പൊരിടി എല്ലാത്തിനും ഇടിച്ച് പപ്പടാകും. തലമണ്ടയെ കൂടെ ചിറ്റിയൊക്കെ അടിച്ചായിരുന്ന സീനൊക്കെ ഉണ്ട്. എന്നിട്ടാണ് ഈ മറ്റേ വില്ലൻ ഇറങ്ങി ഓടും. അപ്പൊ വില്ലന്റെ വീടിന് ചുറ്റും ട്രാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചുക. അപ്പൊ അത് തട്ടി
തട്ടി കാലൊക്കെ മുറിഞ്ഞെടുക്കും. അങ്ങനെ മിഞ്ചിയോളിനെ നമ്മുടെ കിമ്മണ്ണൻ തൂക്കിയിട്ടുണ്ട്. കുറച്ചു ദിവസം മുമ്പ് ഇവന്റെ കൂട്ടുകാര് ഒരു റെസ്റ്റോറന്റിൽ കിടന്ന് ഇടി ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ട്രെൻഡിങ് ആയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ അണ്ണന്റെ ഫോട്ടോ ആരോ സൂം ചെയ്ത് ഇവൻ പഴയ മറ്റേ ഹൈജാക്കോ ചെയ്ത് നടന്ന ആ ഒരു ഏജന്റാന്നുള്ളത് ഇവരുടെ നാട്ടിലൊക്കെ അറിഞ്ഞു. കാരണം വേറെ നാട്ടിലൊന്നാണ് ഇവൻ താമസിക്കുന്നത്. അപ്പൊ ആ നാട്ടിലെ പോലീസ്, മിലിറ്ററി അവരൊക്കെ ഇവനെ കൊല്ലണം, ഇവന്റെ തല വെട്ടിക്കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ഓർഡർ ഇടുവാണ്. അങ്ങനെ അവരുടെ മിലിറ്ററിയിലുള്ള ഒരു കിടിലൻ എലൈറ്റ് ഓഫീസർ എന്നെന്താ പറയണേ ഒരുത്തനുണ്ട്. അവന് ഇവന് വേണ്ടി അസൈൻ ചെയ്യാനുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിമ്മണ്ണനെ തട്ടാൻ വേണ്ടി ഇവരുടെ എതിർ രാജ്യത്തിലുള്ളവര് പുതിയൊരുത്തിനെ ഇറക്കാൻ പോവാണ്. കാരണം ഇതിപ്പോ മോളെ രക്ഷിക്കാൻ വേണ്ടി ഇവൻ വേറെ ഗുണ്ടകളെ ഇടിക്കാൻ നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഇവനെ കൊല്ലാൻ വേണ്ടി വേറെ രാജ്യത്തിൽ നിന്ന് ഒരാൾക്കാർ വരും. എന്തൊക്കെ നടക്കും എന്തോ. ഇനി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിമ്മണ്ണനാണെങ്കിൽ ആ മിഞ്ചിയോൾ എന്ന് പറഞ്ഞല്ല ഗുണ്ട, അവനെ കിടന്ന് ടോർച്ചർ ചെയ്യുകയാണ്. എവിടെയൊക്കെയാ കൊച്ചിന് കൊണ്ടുപോയെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാ അവരുടെ ട്രാഫിക് സെറ്റപ്പ്, ഇങ്ങനെ ഒരാളെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തൊക്കെയാ പ്രൊസീജിയർ, അതൊക്കെ ചോദിച്ചറിയാൻ നോക്കുക. ഇനി നമ്മുടെ മിഞ്ചിയോൾ പറയുവാണ് ഞാൻ മൈനറാണ്, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് കേസ് വരും, അത് ഇതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അണ്ണൻ തോക്കെടുത്ത് അവന്റെ കാലിന്റെ ഒരു വിടിയങ്ങ് വയ്ക്കും. കാരണം എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മോള, അവളോടെ നഷ്ടപ്പെട്ട എനിക്ക് ഈ ലോകത്ത് ആരുമില്ല, അപ്പൊ എനിക്ക് ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞ് ഇതാക്കുമ്പോ അവൻ പറഞ്ഞു അയ്യോ എനിക്ക് 20 വയസ്സുണ്ട്, ഞാൻ മൈനറൊന്നും അല്ല, പിന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുണ്ട്. എന്നിട്ട് ഇവൻ പറയുന്നു ടെലിഗ്രാം ഗ്രൂപ്പിൽ അനോണിമസ് ആയിട്ടാണ് ഇത് വരുന്നത്, ഇപ്പൊ എങ്ങനെയാണെന്നും അറിയില്ല, മോളുടെ ഒന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ കെഞ്ചുണ്ട് അവിടെ കിടന്ന്. ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഹൈറിയില്ലേ മറ്റേ ആ ഉള്ളി ചെയ്തുകൊണ്ടിരുന്ന പെണ്ണ്, അവൾക്കാണ് പേടിയാവുണ്ട്. അവള് ഈ ഗൂഗിളിൽ നോക്കണൊക്കെ ഉണ്ട് ഏതെങ്കിലും ബോഡി കണ്ട് കിട്ടിയോ അങ്ങനെ വല്ല ന്യൂസോ വന്നിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും കാണുന്നില്ല. ആ ടൈമില് നമ്മുടെ ചെയർമാൻ വരണ്ട എന്ന് പറഞ്ഞാൽ ഇവളുടെ അച്ഛൻ, മറ്റേ ഹൈറിയുടെ അച്ഛൻ വരണ്ട്. വില്ലനാന്ന് തോന്നുന്നു, നമുക്കറിയില്ല പുള്ളി എന്താവുന്നു. അപ്പൊ വില്ലൻ വന്നിട്ട് എന്താ മോളെ സുഖമില്ല, കുറച്ചു ദിവസമായാലും നിന്നെ പുറത്ത് കണ്ടിട്ടെന്നോ ചോദിക്കണ്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ല അച്ഛന്നാ പറയണ്ട് ഈ ഹൈറി. എന്നിട്ട് പപ്പ പറയാണ് എന്ന് പറഞ്ഞാൽ ചെയർമാൻ മോളുടെ പറയാണ് ഒരിക്കലും നുണ പറയരുത്, കാരണം നുണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ വരും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവും പറയണ്ട് മോളോട്. പക്ഷെ മോള് പറയണമെന്നില്ല മിഞ്ചിനെ തട്ടി എന്നുള്ള കാര്യം. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ കിമ്മണ്ണനെ പോലീസ് തൂക്കുന്നുണ്ട് കേട്ടോ. കാരണം മറ്റവനെ വെടിവെച്ച് കൊല്ലാൻ നിൽക്കുമായിരിക്കും മറ്റേ മിഞ്ചുകളിൽ. അപ്പൊ പോലീസും തൂക്കിക്കൊണ്ടുണ്ട് നമ്മുടെ കിമ്മണ്ണനെ. ഇങ്ങനെ നമ്മുടെ കിമ്മണ്ണനെ തട്ടാനായിട്ട് വേറൊരു സോൾജിയർ എന്ന് പറഞ്ഞാൽ വേറൊരു ഏജന്റ് അങ്ങ് ദൂരെന്ന് വന്നിട്ടുണ്ട് സൗത്തിലോട്ട്. മറ്റേ അവനെ കാണിക്കുന്നുണ്ട്, ഇതുവരെ ഒന്നും നടന്നിട്ടൊന്നുമില്ല, അവനെ ചുമ്മാ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെയും വില്ലന്മാരുടെ ആ കാറിന്റെ ട്രങ്ക് തുറക്കണ സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കൊച്ചു മരിച്ചിട്ടില്ല, കൈ അനങ്ങുന്നുണ്ട്. പക്ഷെ ഈ നായിന്റെ മക്കൾ എന്തായാലും ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകണില്ല, എന്തായാലും ഒന്ന് ഒഴിച്ചു മൂടാൻ തന്നെ ഇവരുടെ പ്ലാൻ. അങ്ങനെ നമ്മുടെ അണ്ണനെ പോലീസ് സ്റ്റേഷനിലും കാണിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത അണ്ണൻ ഇത്ര വലിയ ഏജന്റ് എന്നിട്ടൊരു പോലീസ് വരുമ്പോ അത് ഒന്ന് സ്മെല്ല് ചെയ്തൊന്ന് മാറാനുള്ള സെറ്റപ്പ് ഒന്നും അണ്ണനില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോ നമ്മുടെ അണ്ണന്റെ ഫോണൊക്കെ വാങ്ങി വെച്ചേക്കുമല്ലോ, അതിനോടൊരു കോള് വരുവാണ്. അപ്പൊ ആ കോള് പോയി നോക്കിയിട്ട് ആ പോലീസുകാരൻ പറയുന്നു മൈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആ ഫോണിൽ സേവ് ചെയ്തേക്കണം മൈ ഡോക്ടർ, മോള് വിളിക്കുക എന്നുള്ള രീതിയിൽ. അത് കേട്ടതും അണ്ണൻ അവിടെ ഭയങ്കര ഇടി ഉണ്ടാക്കിയിട്ട്, ഇടിയൊന്നും കാണിക്കണമൊന്നുമില്ല കാരണം ഒരു ഗ്ലാസിന്റെ അപ്പുറം ഇടി അടക്കണം. ഇടിയൊക്കെ കഴിഞ്ഞ് മറ്റേ ഇവന്റെ ചെലങ്ങ വരെ പൊട്ടിച്ചിട്ട് ഇവൻ പുറത്തു വന്നിട്ട് ഫോൺ എടുക്കുവാണ്, ഇത് മിഞ്ചി ആണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണ് ആ എപ്പിസോഡ് തീരുന്നത്. ആരാണ് മിഞ്ചിയുടെ ഫോണിൽ നിന്ന് വിളിക്കണേന്ന് അറിയില്ല, ഇനിയിപ്പോ മിഞ്ചി തന്നെ ആണോ വിളിക്കണേന്നും അറിയില്ല. അങ്ങനെ ഒരു ടിസ്റ്റിലാണ് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇരിക്കുന്നത്. അപ്പൊ അടുത്ത എപ്പിസോഡിലും ഇനിയും ഇങ്ങനത്തെ കുറെ ഇടി കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കാരണം വില്ലന്മാരുടെ എണ്ണത്തിന് ഒരു കുറവുമില്ലാനും അണ്ണന്റെ മാസിന് ഒരു കുറവുമില്ലാനും. അപ്പൊ അടുത്ത എപ്പിസോഡ് വേഗം തന്നെ ഇടാൻ നോക്കാം. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരിയെന്നാ.